ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം 4 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. അതിലേക്ക് 4 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതവും 1 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 2 പച്ചമുളകും ചേർത്തതിന് ശേഷം 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഈ സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റണം. ഇനി 2 തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് അതിലേക്ക് ചേർക്കുക. തക്കാളി എല്ലാം ഉടഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായി കിട്ടുന്നത് വരെ നന്നായി വഴറ്റണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കണം. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഇനി അല്പം മല്ലിയില ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൂ. പുതിയ ഒരു വീഡിയോയുമായി കാണാം. ബൈ.